വർഷം 1999. അമേരിക്കയിൽ കാലിഫോർണിയ എന്ന നഗരത്തിൽ ജീവിച്ചിരുന്ന സാധാരണ കുടുംബമായിരുന്നു സക്രിയുടേത്. മകൻ അലക്സും ഭാര്യ ഡേയ്സിയും അടങ്ങിയ ചെറിയ കുടുംബം. സാധാരണ ജീവിതമാണെങ്കിലും വളരെയധികം പ്രതീക്ഷയും അതുപോലെ സ്വപ്നം നിറഞ്ഞതായിരുന്നു. അലക്സിന്റെ റോൾ മോഡൽ അവന്റെ പപ്പ സക്രിയായിരുന്നു. അലക്സിന്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ് സക്രിക്ക് ആക്സിഡന്റ് സംഭവിച്ചത്. ബോഡി ഹാഫ്ലി പാരലൈസ്ഡ് ആകുകയാണ് ചെയ്തത്. ഏകദേശം 6 മാസത്തോളം ഹോസ്പിറ്റലൈസ്ഡ് ആയെങ്കിലും തന്റെ ശരീരത്തിലെ മുറിവുകൾ മാഞ്ഞെങ്കിലും സക്രിയയ്ക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഫാമിലിക്ക് താങ്ങാനാവാത്ത വേദനയായിരുന്നു സക്രിയയുടെ അനങ്ങാനാവാത്ത കാലുകൾ. സക്രിയെ ചികിത്സിച്ചിരുന്ന ഡോക്ടറുടെ വാക്കുകൾ ആ കുടുംബത്തിന് പുതുജീവൻ നൽകി. ഇനി ഫിസിയോതെറാപ്പിയിലൂടെ മാത്രമായിരിക്കും സക്രിയയ്ക്ക് നടക്കാൻ വേണ്ടി സാധിക്കുക. മെഡിസിൻസ് ഇല്ലാണ്ട് എക്സസൈസിലൂടെ മാത്രം അവന്റെ പപ്പ എഴുന്നേറ്റ് നടക്കും എന്നുള്ളത് അവനെ തികച്ചും അത്ഭുതപ്പെടുത്തി. സക്രിയയ്ക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ സെക്ഷനിലെ ഓരോ ദിവസവും അലക്സിന് ആവേശവും അറിവും നിറഞ്ഞ അനുഭവമായിരുന്നു. അവിടെ കണ്ട മെഷീൻ, വ്യായാമങ്ങൾ, പേഷ്യന്റ് കെയർ എല്ലാം അലക്സിന് കൗതുകമായിരുന്നു. അങ്ങനെ ഒരു വർഷം കൊണ്ട് സക്രിയ പഴയതുപോലെ നടക്കാൻ തുടങ്ങി. ആ ഒരു ഇൻസിഡന്റ് അലക്സിന്റെ ആഗ്രഹവും സ്വപ്നങ്ങളും പൂർണ്ണമായി മാറി. അവൻ ഭാവിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആവാൻ ആഗ്രഹിച്ചു തുടങ്ങി. പക്ഷെ ഫിസിയോതെറാപ്പിസ്റ്റ് ആവാൻ എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇതൊന്നും അലക്സിന് അറിഞ്ഞിരുന്നില്ല. ഇതുപോലെയുള്ള ഇൻസിഡൻസ് ആണ് ഓരോരുത്തരുടെയും ലൈഫിലെ ടേണിംഗ് പോയിന്റ്. +2 ശേഷം BPT പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലക്സിനെ പോലെ പല തരത്തിലുള്ള സംശയം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടാവും എന്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് BPT, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയും അതിന്റെ സാധ്യതകളെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി എന്താണ് ഫിസിയോതെറാപ്പി? ഞാനൊരു ഡെഫിനിഷൻ പോലെ പറയാം. മെഡിസിൻസ്, സർജറീസ് ഒന്നുമില്ലാണ്ട് എക്സസൈസിലൂടെയും മാനസിക പിന്തുണയിലൂടെയും വർക്ക് റിലേറ്റഡ് ഇഷ്യൂസ് കാര്യങ്ങളുള്ള ഇഞ്ചുറീസ് പറ്റിയിട്ടുള്ള, സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറി പറ്റിയിട്ടുള്ള, അതുപോലെ തന്നെ ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ള, പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇത്ര ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി. ഇനി കോഴ്സിന്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ 50% എബോവ് മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി എങ്ങനത്തെ വിദ്യാർത്ഥികൾക്കായിരിക്കും ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് ബെറ്റർ? നല്ല രീതിയിൽ ക്ഷമയുള്ള, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ മെന്റാലിറ്റി ഉള്ള, നല്ല രീതിയിൽ പഠിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനും മെന്റലി ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ പറയുന്ന കോഴ്സ് ബെറ്റർ. ഇനി നമുക്ക് കോഴ്സിന്റെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനാട്ടമി, ഫിസിയോളജി, റിഹാബിലിറ്റേഷൻ ആൻഡ് സ്പോർട്സ്, ഗൈനക്കോളജി, ഓർത്തോപെഡിക് എന്നീ സബ്ജക്ട്സ് ഒക്കെയാണ് നോർമലി ഫിസിയോതെറാപ്പിയിൽ പഠിക്കാനായിട്ടുള്ളത്. വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കരിയറാണ് ഫിസിയോതെറാപ്പി. ടോട്ടലി 4 വർഷമാണ് ഡ്യൂറേഷൻ കാര്യങ്ങൾ വരുന്നത്. 4 വർഷത്തെ തിയറി ക്ലാസ്സും അതുപോലെ തന്നെ 6 മാസത്തെ പ്രാക്ടിക്കൽ സ്റ്റഡീസും ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. പ്രാക്ടിക്കൽ സ്റ്റഡി കമ്പൽസറിയാണ്. BPT പഠനത്തിന് ശേഷം ജോലി സാധ്യതകളെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, റിഹാബിലിറ്റേഷൻ സെന്ററുകൾ, ന്യൂറോ, ഓർത്തോ എന്നീ വിഭാഗങ്ങളിലൊക്കെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാം. കൂടാതെ ഹയർ സ്റ്റഡീസിൽ സ്പെഷ്യലൈസേഷൻ ചെയ്താൽ പീഡിയാട്രിക്സ്, സ്പോർട്സ്, കാർഡിയോ പൾമിനറി, ടീച്ചിങ് എന്നീ മേഖലകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോലി കാര്യങ്ങൾ ചെയ്യാം. BPT പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയമാണ് BPT പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എത്ര സാലറി കിട്ടും എന്നുള്ളതിൽ. ആക്ച്വലി നമ്മുടെ സാലറി ബേസ് ചെയ്യുന്നത് നമ്മുടെ ലൊക്കേഷൻ, ക്വാളിഫിക്കേഷൻ, അതുപോലെ സ്പെഷ്യലൈസേഷൻ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സാലറി കാര്യങ്ങൾ ഉണ്ടാവുക. ഇന്ത്യയിൽ ഒരു ഫ്രഷർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 15,000 തൊട്ട് 30,000 വരെയാണ് സ്റ്റാർട്ടിംഗ് സാലറി കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ 3 വർഷം തൊട്ട് ഒരു 5 വർഷം വരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ 30,000 തൊട്ട് 60,000 രൂപ വരെയും, അതുപോലെ തന്നെ 7 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ 60,000 തൊട്ട് 70,000, 80,000 വരെയൊക്കെയാണ് ഇന്ത്യയിൽ സാലറി വരുന്നത്. ഇന്ത്യയെ അപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിൽ സാലറി നല്ല രീതിയിൽ ഡിഫറൻസ് കാര്യങ്ങളുണ്ട്. ഫ്രഷർക്കാണെങ്കിൽ ഏകദേശം ഒരു 1.5 ലക്ഷം തൊട്ട് 3 ലക്ഷം രൂപ വരെയും, അതുപോലെ തന്നെ 3 വർഷം തൊട്ട് 5 വർഷം വരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം തൊട്ട് 6 ലക്ഷം രൂപ വരെയൊക്കെയാണ് എക്സ്പീരിയൻസ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. ഇനി BPTക്ക് ശേഷം UGക്ക് ശേഷം PG ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാസ്റ്റേഴ്സ് ഓഫ് ഫിസിയോതെറാപ്പി, MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, മാസ്റ്റേഴ്സ് ഓഫ് പബ്ലിക് ഹെൽത്ത്, PhD ഇൻ ഫിസിയോതെറാപ്പി എന്ന് തുടങ്ങിയ ഉപരിപഠന ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർത്തോപെഡിക്സ്, ന്യൂറോളജി, കാർഡിയോ പൾമിനറി, സ്പോർട്സ്, പീഡിയാട്രിക്, ജീരിയാട്രിക്, വുമൺ ഹെൽത്ത്, മാനുവൽ തെറാപ്പി എന്നിങ്ങനെ സ്പെഷ്യലൈസേഷൻ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതൊരു കോഴ്സ് എടുക്കുമ്പോഴും ഭാവിയിൽ എത്രമാത്രം സാധ്യത ഉണ്ട്, ഡിമാൻഡ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രം എന്താ ഒരു കോഴ്സ് കാര്യങ്ങൾ എടുത്ത് പഠിക്കുക. ഇപ്പൊ നമ്മൾ ഫിസിയോതെറാപ്പി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലും വിദേശത്തും നല്ല രീതിയിൽ ഡിമാൻഡിങ് ആയിട്ട് ഒരു പ്രോഗ്രാമാണ് ഫിസിയോതെറാപ്പി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ബോൺ ആൻഡ് ജോയിന്റ് പ്രശ്നങ്ങൾ, സ്ട്രോക്ക്, ആർത്രൈറ്റിസ് തുടങ്ങിയ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇതെല്ലാം ഫ്യൂച്ചറിൽ ഫിസിയോതെറാപ്പിയുടെ ആവശ്യം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് സെക്ടർ വളരുന്നത് കൊണ്ട് തന്നെ പ്രൊഫഷണൽ സ്പോർട്സ്, ഫിറ്റ്നസ് ട്രെയിനിങ്, ജിം ഇഞ്ചുറീസ് എന്നീ തുടങ്ങിയ മേഖലകളിൽ ഫിസിയോതെറാപ്പിസ്റ്റിന് ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ 100% ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ഫിസിയോതെറാപ്പി. ഇനി ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയമാണ് കേട്ടോ, BPT പഠിച്ചത് ഡോക്ടർ ആവോ,
അതുപോലത്തെ സ്വന്തമായി ക്ലിനിക്സ് കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആക്ച്വലി BPT പഠിച്ചത് ഡോക്ടറാവും, പേരിന് മുമ്പിൽ ഡോക്ടർ എന്ന് യൂസ് ചെയ്യാം. പക്ഷേ പേരിന് ശേഷം അവരുടെ പ്രൊഫഷൻ ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യണം, വ്യക്തമാക്കിയിരിക്കണം. സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേരിന് മുമ്പിൽ ഡോക്ടർ എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ അഞ്ജലി വർഗീസ് PT, ഫിസിയോതെറാപ്പി എന്ത് ചെയ്യണം, PT എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ഇനി അടുത്ത ക്ലിനിക്കൽ കേസ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ലീഗലി യാതൊരു വിധത്തിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളില്ല. ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പ്രശ്നം എന്ത് ചെയ്യാം, ക്ലിനിക്സ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നല്ല രീതിയിൽ ക്ലിനിക്ക് പ്രവർത്തിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഹാൻഡ്സ് ഓൺ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ബിസിനസ് ട്രെയിൻ, അതുപോലെ പലതരത്തിലുള്ള കേസുകൾ എടുത്തുള്ള പരിചയം കാര്യങ്ങൾ വേണം. അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങിയ 1 വർഷം തൊട്ട് 2 വർഷം വരെ ഹോസ്പിറ്റൽസിലോ ക്ലിനിക്സിലോ അല്ലെങ്കിൽ റിഹാബിലിറ്റേഷൻ സെന്ററുകളിലോ വർക്കിന് കയറുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബെറ്റർ ആണ്. ഇനി കേരളത്തിൽ എങ്ങനെയാണ് BPT ഗവൺമെന്റ് കോളേജിൽ സീറ്റ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ ഗവൺമെന്റ് കോളേജിലേക്കുള്ള സീറ്റ് LBS പുറത്തിറക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് കാര്യങ്ങൾ ലഭിക്കുക. കേരളത്തിൽ ഏകദേശം 24 കോളേജുകളിലാണ് BPT പ്രോഗ്രാം ഉള്ളത്. അതിൽ 1 ഗവൺമെന്റ് കോളേജും ബാക്കി 23 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളാണുള്ളത്. അതിൽ ഗവൺമെന്റ് കോളേജ് 30 സീറ്റും ബാക്കി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിന് ടോട്ടൽ ഏകദേശം 450 സീറ്റുകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ കാണിക്കാം. കാരണം അംഗീകാരമില്ലാത്ത കോളേജ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ജോലി ലഭിക്കാൻ വളരെ പാടാണ്. ഇനി എന്തൊക്കെയാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? കോളേജിന്റെ അഫിലിയേഷൻ, ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ഈ ഒരു പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യണമെന്ന് ശ്രദ്ധിക്കണം. ഫാക്കൽറ്റിയുടെ യോഗ്യത, പ്ലേസ്മെന്റ് റെക്കോർഡ്, IAP, അഫിലിയേഷൻ, യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാനായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില കോളേജുകളിൽ അവരുടേതായ എൻട്രൻസ് എക്സാം ഉണ്ടാവും. ആ എൻട്രൻസ് എക്സാം ഇല്ലാത്ത കോളേജിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് സീറ്റ് കാര്യങ്ങൾ ലഭിക്കുന്നത്. 2024-2025 കണക്ക് പ്രകാരം ഓരോ വർഷവും ലോകമെമ്പാടും 1,40,000-ഓളം വിദ്യാർത്ഥികൾ BPT പഠിച്ചിറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ കറന്റ് കണക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ലോകമെമ്പാടും 16 ലക്ഷത്തോളം ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ഏകദേശം 70 തൊട്ട് 80% വരെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വർഷം പഠിച്ചിറങ്ങി പ്ലേസർ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിസിയോതെറാപ്പി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് എടുത്ത് പഠിക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാമാണ്. ഇനി ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയമാണ് BPT പഠിച്ചിറങ്ങാൻ എത്ര ഫീസ് ആകുന്നുള്ളത്. നമ്മൾ കേരളത്തിൽ ഗവൺമെന്റ് കോളേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഗവൺമെന്റ് കോളേജിൽ ടോട്ടൽ 1,36,000 തൊട്ട് 2 ലക്ഷം രൂപ വരെയാണ് ടോട്ടൽ ഫീസ് കാര്യങ്ങൾ വരുന്നത്. ഇനി കേരളത്തിലെ തന്നെ പ്രൈവറ്റ് കോളേജ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷം തൊട്ട് 2 ലക്ഷം രൂപ വരുന്ന ടോട്ടൽ ഫീസ് ഇയർലി വരുന്നത്. ഇനി തമിഴ്നാട്, കർണാടക പോലുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 60,000 തൊട്ട് 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ വരെ ഇയർലി ഫീസ് കാര്യങ്ങൾ വരുന്നത്. നമ്മൾ കോഴ്സിനെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായി സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയങ്ങളോ ഏതെങ്കിലും കോഴ്സിനെ പറ്റിയിട്ടോ ഏതെങ്കിലും എക്സാംസിനെ പറ്റിയിട്ടോ ഏതെങ്കിലും കോളേജിൽ ഫീസ് സ്ട്രക്ചറോ എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ജസ്റ്റ് കോഴ്സ് മാത്രമല്ല, അതൊരാൾ ജീവൻ തന്നെ തിരികെ നൽകുന്ന ഒരു വിഷയം കൂടിയാണ്.